എന്തിനാ അതീ വെറുതെ ഈ വെയിലത്ത് കഷ്ടപ്പെടുന്ന? വാ, നമുക്ക് ഫുട്ബോൾ കളിക്കാം. ഈ മരം വലുതായാൽ നമുക്ക് നല്ല തണൽ കിട്ടില്ലേ മീനു? ഓക്കെ, പിന്നെ ആദ്യം ഈ ചിപ്സ് തീർക്കാം. ആ പ്ലാസ്റ്റിക് കവർ അവിടെ ഇടരുത്, അത് മണ്ണിൽ ലയിക്കില്ല. അത് ഈ ചെറിയ തൈ വളരാൻ തടസ്സമാകും. ഒരു ചെറിയ കവർ ഇട്ടെന്ന് വെച്ച് ലോകം അവസാനിക്കില്ലല്ലോ സന. രാഹുൽ, നീ എന്നെ എറിഞ്ഞതല്ലേ? ഇനി ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. നിന്റെ മണ്ണും വെള്ളവും വായുവും എല്ലാം ഞാൻ ശ്വാസം മുട്ടിക്കും. ആരാണ് എനിക്ക് ശ്വാസം മുട്ടുന്നു? ഞാൻ നീ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവർ തന്നെയാണ്. 1000 കൊല്ലം കഴിഞ്ഞാലും ഞാൻ ഇവിടെ ഉണ്ടാവും. നിന്റെ കളിയിടങ്ങൾ ഞാൻ ഇല്ലാതാക്കും. ആദി, സന, ഞാനൊരു പേടി സ്വപ്നം കണ്ടു. ആ പ്ലാസ്റ്റിക് കവറുകൾ നമ്മളെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ. ശരിയാണ് രാഹുൽ, ഞാനും ചിന്തിക്കുകയായിരുന്നു നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറുകൾ എവിടെയാണ് നിക്ഷേപിക്കുന്നതെന്ന്. നമ്മൾ അറിയുന്ന ഓരോ പ്ലാസ്റ്റിക്കും കടലിലും മണ്ണിലും ചെന്ന് വിഷമായി മാറുന്നു. അത് മീനുകൾ കഴിക്കുന്നു, മീനുകളെ നമ്മൾ കഴിക്കുന്നു. അവക്കാലം ആ ദുഷ്ടം നമ്മുടെ ഉള്ളിലെത്തും. നമുക്കൊരു മാറ്റം തുടങ്ങാം. ഇനി മുതൽ കടയിൽ പോകുമ്പോൾ തുണിസഞ്ചി കരുതാം. സ്കൂളിൽ പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം സ്റ്റീൽ കുപ്പികൾ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കും. സ്ഥിതിയെ സംരക്ഷിക്കാൻ ഇനി നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. പ്ലാസ്റ്റിക് എറിയുന്നവരോട് നമുക്ക് പറയാം, ഇത് നമ്മുടെ നാടാണ്, ഇത് നശിപ്പിക്കരുത്. നമുക്ക് ചുറ്റിനുമുള്ള പ്ലാസ്റ്റിക്കുകൾ എടുത്ത് നമുക്ക് ഹരിതവർമ്മ സേനയ്ക്ക് കൈമാറാം. കേരളം സുന്ദര കേരളം. പ്ലാസ്റ്റിക് മുക്ത കേരളത്തിനായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. പ്ലാസ്റ്റിക് വേണ്ട, പ്ലാസ്റ്റിക് മുക്ത കേരളത്തിനായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം.